കോഴിക്കോട് തൂണേരിയിൽ RMP പ്രവർത്തകന്റെ കിണറ്റിൽ മനുഷ്യ വിസർജ്യം തള്ളിയതായി പരാതി. തുമ്പോളി പോയിൽ മനോജിന്റെ വീട്ടിലെ കുടിവെള്ളമാണ് മലിനമാക്കിയത്. ജ്യേഷ്ഠൻ വെള്ളം കോരുമ്പോൾ ആണിത് കണ്ടത്. മനുഷ്യ വിസർജനാണെന്ന് തോന്നി. ഇന്നലെ വരെ ഞങ്ങൾ എല്ലാവരും ഉപയോഗിച്ച വെള്ളം ഇതാര ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞൂടാ. വെള്ളമില്ലാതെ ഒരു സമയത്ത് കുടിവെള്ളം മുട്ടിക്കുക എന്ന് പറയുന്ന സംഭവം എത്ര വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആരാ ഇത് ചെയ്തതെന്ന് നമ്മളറിയല്ല. ആരായാലും അത് അവർക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് കാര്യത്തിൽ പറയാനുള്ളത്. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്ന വിരലുമായി. വർഷ, ഇപ്പോൾ പ്രതികരണത്തിൽ കണ്ടത് തന്നെയാണ് ഈ ചൂടുകാലത്ത് ഈ പറയുന്ന പോലെ വെള്ളം അത് അമൂല്യമായി കരുതണം എന്ന രീതിയിലൊക്കെയുള്ള നിർദ്ദേശങ്ങളും ആ രീതിയിലൊക്കെ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു എന്താണ് പറയുക, ഇതെന്താണ് സംഭവം എന്നും നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നില്ല. ഇതൊരു പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് പറയുന്നത്. അതെന്താണ്, അതിൻ്റെ വാസ്തവം എന്താണ്? പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഈ വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളത്തിനായി മനുഷ്യന്മാരെല്ലാവരും ഓടി നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇപ്പോൾ ഈ മനോജിന്റെ വീട്ടിലെ കിണറ്റിൽ മനുഷ്യ വിസർജനം തള്ളിയിരിക്കുന്നത്. ആര് ചെയ്താലും അത് വളരെ മോശപ്പെട്ട കാര്യമാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇന്ന് രാവിലെയാണ് ഇത് ഈ മനോജന്റെ ജ്യേഷ്ഠൻ കാണുന്നത്. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മനോജിന് ഇക്കാര്യത്തിൽ വ്യക്തമായി ആരെങ്കിലും സംശയമുണ്ടെന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. അതേസമയം UDF ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ മനോജൻ ഒരു RMP പ്രവർത്തകനാണ്. തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. ഈ ഒരു വാശി കൊണ്ട് ആരെങ്കിലും ചെയ്തതാകാമെന്നുള്ളതാണ് UDF-ന്റെ ആരോപണം. എന്നാൽ അക്കാര്യം വ്യക്തമായി ഒന്നും തന്നെ മനോജനും പറയുന്നില്ല. ആരാണ് ഇതിന് പിന്നിൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് എന്തായാലും അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് ഈ മനോജന്റെ വീട്ടിലെ കിണറ്റാണ് ചുറ്റുപാടിലുള്ള മറ്റ് 2 കുടുംബങ്ങൾ കൂടി ആശ്രയിക്കുന്നത്. അവരുടെ കുടിവെള്ളം കൂടി മുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രജിൻ, അമൃത. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.